ഹലോ, വരൂ നമുക്കിന്ന് ചട്ടപ്പട്ടേന്ന് ഒരു 10 മിനിറ്റിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ. അതും വളരെ ടേസ്റ്റി. ഇതുവരെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കണം, മിസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് തൊട്ടുപുരട്ടി കേട്ടോ. തൊട്ടുപുരട്ടി ഇടിച്ച ചമ്മന്തി. നിങ്ങളിതിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ, എല്ലാം കമൻറ്റ് ചെയ്യണേ. ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവില്ല, മാവ് അരച്ചില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ഗ്ലാസ് അരി ഒരു 2 മണിക്കൂർ കുതിർക്കുക, അരയ്ക്കുക, ചട്ടപ്പട്ടയിൽ ഉണ്ടാക്കുക. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് പച്ചരി, ഒരു 5-10 ചെറിയ ഉള്ളി, ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത്, 1 സ്പൂൺ ജീരകം, 2 തണ്ട് കരുവേപ്പിൻ്റെ ഇല, ഒരു 4-5 വറമുളക്. അത് എരിവിനനുസരിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. അരക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കണം. ഇനി ഞാൻ 1 സ്പൂൺ ചോറ് കൂടി ചേർത്തി കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി, നിർബന്ധമില്ല. ഇഷ്ടമില്ല വെച്ചാൽ അത് സ്കിപ്പ് ചെയ്തോളൂ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ പകുതി മാവ് നമുക്ക് ഇതുപോലൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കി പകുതി മാവിലാണ് നമുക്ക് ജീരകം, തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, മുളക് എല്ലാം കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ. ഇത് നന്നായിട്ട് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ മുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഇട്ടോളൂ എരിവിന്. വറമുളകും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരാം. അതാ കണ്ടു, ഇതുപോലെ തരിവിരാന്ന് വേണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ദോശയിൽ കാണാൻ നല്ല ഭംഗിയാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കലക്കി കൊടുക്കുക. ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ മാവ് വേണ്ടത്. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കലക്കിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് ഉണ്ട് ഇതുപോലെ വെള്ളം പോലെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നേരം കൊണ്ട് നമ്മുടെ ചമ്മന്തിയും കൂടി റെഡിയാക്കാം. 2 മിനിറ്റ് മതി നമുക്ക് ചമ്മന്തിക്ക്. പണ്ട് ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ ദോശ കിട്ടും കേട്ടോ. ഒരൊറ്റ എണ്ണേ കിട്ടുള്ളൂ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിയിച്ചിട്ട് ഒരൊറ്റ ദോശ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അധികം കിട്ടാത്തതുകൊണ്ടാണെന്നും അറിയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലെ തേങ്ങ കൊത്തിയാണ് എടുക്കേണ്ടത് കേട്ടോ, ചിരവരുത്. അത് കുറച്ച് കൊപ്ര പോലത്തെ തേങ്ങയാണ് വെച്ചാൽ വളരെ നല്ലത്. ഇത് ഇത്തിരി നല്ല മൂത്തതാണ്, പക്ഷെ കൊപ്ര പോലെ ആയിട്ടില്ല. അപ്പോൾ കൊപ്ര പറഞ്ഞാൽ ഭയങ്കര ഉണങ്ങിയതല്ല, കുറച്ച് വെള്ളം പറ്റിയിട്ട് നല്ല മൂത്ത തേങ്ങല്ലേ, അതാണ് വേണ്ടത് കേട്ടോ. അത് ഇതുപോലെ കൊത്തിയെടുക്കണം. തേങ്ങ അങ്ങനെ പൂളിയെടുക്കണം. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 5-10 വെളുത്തുള്ളി. ഇതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം, അരയ്ക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ വെറും കടുകും പിന്നെ കറിവേപ്പിലയും മാത്രമാണ് വറുത്ത് കൊട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി, ഈ 2 കോമ്പവും കൂടിയിട്ട് എന്തൊരു മണവും ടേസ്റ്റും എന്നറിയോ. നമ്മുടെ പണ്ടുള്ള അമ്മമ്മമാർക്കൊക്കെ നെറ്റോ ഒന്നുമില്ല ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ അവരുണ്ടാക്കണതല്ലേ. അപ്പോൾ ഇതുപോലുള്ള പഴയ രുചികളൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമ്മളും ശ്രദ്ധിക്കാം. അല്ല, അത്രയും ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല, അതാണ്. ഇനി ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ദോശക്കല്ലിൽ വെച്ച് പരത്തിയിട്ടല്ല, നല്ല ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും മതി. അതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ആപ്പത്തിനൊക്കെ ചുറ്റണ പോലെ അതുപോലെ ചുറ്റി വയ്ക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അരിക്ക് ഒക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് ഇത് നല്ല അരിക് സ്വന്തം തന്നെ വിട്ട് എണീച്ച് വരും. നമ്മളൊരു 2 മിനിറ്റ് അതിന് ശ്രദ്ധിക്കാണ്ടിരുന്നാൽ ചിലപ്പോൾ തന്നെ എണീച്ച് പ്ലേറ്റിൽ വന്നിരിക്കും. അത്രയ്ക്കും ഒട്ടാതെ സൂപ്പറായിട്ട് കിട്ടും ഇത്. എന്ന് പറഞ്ഞത് കേട്ടോ, എടുക്കണം, തന്നെയൊന്നും വരില്ല. ഈ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, എന്തൊരു മണമെന്നറിയോ, കൊതിപ്പിക്കണ മണമാണ്. കണ്ടു, ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ അരികൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പം ഞാൻ വേറൊരു ദോശ കൂടി, 2ാമത്തെ ദോശ കൂടി അതേപോലെ തന്നെ ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ലിൽ ഉണ്ടാക്കാം, പക്ഷേ ഈ ആപ്പത്തിൻ്റെ ആ ഷേപ്പിൽ അത് വരില്ല. ഒരു 250 ഗ്രാം, ഒരു ഗ്ലാസ് അളവിൽ പച്ചരിയാണ് ഞാൻ എടുത്തത്. അതിൽ ഞാനൊരു 14 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ അളവനുസരിച്ചിട്ടൊക്കെ എടുത്തോളൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിയും ഈ ദോശയും കൂട്ടിയിട്ടൊന്ന് കഴിക്കേണ്ട അടിപൊളി കോംബോണ്. ചെറുപ്പത്തിൽ നമുക്ക് ചമ്മന്തിയൊന്നും തരില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ മെല്ലെ മെല്ലെ കണ്ടുപിടിച്ചതാണ് ഈ ചമ്മന്തിയും ഈ ദോശയും കൂടി അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 10-15 മിനിറ്റിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. രാവിലെ എണീച്ചതും അരി വെള്ളത്തിലിടുക, ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കൊരു 6 മണിക്ക് വെള്ളത്തിലിട്ട് 8 മണിക്ക് അരയ്ക്കാം. ഇത് റെഡിയാക്കി ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 10-15 മിനിറ്റിൽ ചട്ടപ്പട്ടേന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതും ടേസ്റ്റി ആൻഡ് ഹെൽത്തി. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമല്ലോ. ശരി കേട്ടോ, ഓക്കെ, ബൈ. കഴിച്ചു നോക്കണം കേട്ടോ, ഇത് നല്ല ടേസ്റ്റിയാണ്.